നമ്മുടെ പരിപാടി എന്താണെന്ന് പറയണത്, നമുക്കിവിടെ കുറേ കൊപ്ര എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ. കുറച്ച് അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഉണങ്ങിയത് ജയശ്രീ അരിയുന്നുണ്ട്, ഞാനും അരിയുന്നുണ്ട് കേട്ടാ. ഇതും അത് തന്നെയാണ്. നെക്സ്റ്റ് വൺ ഇതാണ് കേട്ടോ. ഇതെന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഓ, നമ്മുടെ മഞ്ഞളാണ് കേട്ടോ. ഉണങ്ങി ഇന്ന് വൈകുന്നേരം പൊടിക്കാൻ തോന്നട്ടെ ജയശ്രീ. കണ്ടോ, ഉണങ്ങി കേട്ടോ. ടീ ശബ്ദം കണ്ടോ ടീ. യെസ്. നെക്സ്റ്റ് വൺ ഇവിടെയാണ്. നല്ല തീന കഴുകി വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളിന്ന് അതുകൊണ്ട് പൊടിച്ചിട്ട് സാധനം ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഉലുവ കഴുകി വെയിലത്ത് വെച്ചതാണ് ഉലുവ. പിന്നെ ജാതിക്ക അതിലായ സാധനങ്ങൾ ഇതുണങ്ങിയല്ലോ, അതൊക്കെ നമുക്ക് പകർത്തി വയ്ക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങളുടെ ഇന്നത്തെ വർക്ക്. ഞാൻ കുറച്ച് നേരം ചെയ്യാം കേട്ടോ. ആ കിളി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. എന്താ കാരണം എന്നറിയോ? അതിന് കുഞ്ഞതിൻ്റെ മുകളിലുണ്ടെന്നുകൊണ്ട്. എവിടെ ആൾ? അതെ, ഇവിടെ എന്താ പാട്ട്? ഈ കറുത്ത കുട്ടി ഇതിൻ്റെ അല്ലേ ജയശ്രീ? ആ കുട്ടി പോയി, ഞാൻ വന്നപ്പോൾ പോയി. അയ്യോ, ഞാൻ ജസ്റ്റ് എടുത്തോളായിരുന്നു. പറഞ്ഞത് പോയി, ചെറുതും പോയൊക്കെ പോയി. കുറച്ച് നേരം ഞാനാവാൻ ജയശ്രീ. സാരിക്ക് എന്താ പറഞ്ഞ കുഴപ്പം? സാരി നീല കളറായിട്ട് അതിൽ കാണുന്ന. അപ്പം നമുക്ക് ഈ പ്രശ്നം നാളെ കിട്ടുമോ? കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ആ പക്ഷി വീണ്ടും അവിടെ തന്നെ വന്നിരുന്നു. കണ്ട ഇക്കണോ അതിൻ്റെ കുഞ്ഞുങ്ങളാന്ന് തോന്നണത്. അത് 5 കേൾക്കാൻ പറ്റും. നമ്പർ 5 കേൾക്കാൻ പറ്റും. മോളെ ഒരെണ്ണം ചത്തില്ലേ? ഒരെണ്ണം ചത്ത് വീണു. ഒരു കുഞ്ഞുണ്ട്. ശ്രീ അപ്പോൾ കാര്യം ചെയ്യാം നമുക്കേ. അത് വെട്ടിക്കൊണ്ടിരുമോ? മറ്റേ ചീരയില്ലേ നമ്മുടെ ബോംബെ ചീര, ഇന്നത്തെ ഉപ്പേരി അതാക്കിയാലോ? എന്താ അത് നിൽക്കണോ? ഒന്ന് വെട്ടിയെടുത്തോളൂ കേട്ടോ. നമ്മുടെ ജയശ്രീയുടെ പൊക്കത്തിൽ വെച്ച് വെട്ടിക്കോളൂ കേട്ടോ. ബാക്കി അപ്പം പൊടിച്ചോളും. അതൊക്കെ എടുത്തോളൂ, അതൊക്കെ വയ്ക്കാം. സോണം വയ്ക്കോളൂ. ആ കൈ വെച്ചെടുത്ത് വെച്ച് വെട്ടിക്കോളൂ. ആ ഇത്ര ദിവസം കഴിയുമ്പോൾ കായ ഉണ്ടാവും. ഇതിമേ പിന്നെ സുഖമില്ല. ഇപ്പം നല്ല പാകമാണ് അല്ല, ഇഷ്ടം പോലെ അധികമാവോ? ഏയ് നോക്ക് ജയശ്രീ, പൂവ് ദേ എത്ര കൊലയല്ല. നന്നായില്ലേ കീപ്പൊട്ടാക്കിയത്? വിഷുക്കണിക്ക് വേണമെങ്കിൽ ഒന്നും പറ്റില്ലെങ്കിൽ ഇത് വയ്ക്കാം അല്ലേ. ശരിക്കും കണിക്കൊന്ന പോലെ തന്നെ ഉണ്ടല്ലേ. അടിപൊളി. അതേപോലെ ഉണ്ട്. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ആയിട്ടല്ലേ. അടിപൊളി ഉണ്ടല്ലേ. 3 എത്ര കൊലയാ? 1 2 3 4 5 കൊലയുണ്ട്. 5 6 കൊല. ഒരു അപ്പുറത്തേക്ക് ഒരു കൊല ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ചീരയ്ക്ക് നമ്മൾ പറയുന്ന കുറേ പേരുകളുണ്ട് കേട്ടോ. ഇത് പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല. ഇതിന് ബോംബെ ചീര എന്ന് പറയും, പ്രഷർ ചീര എന്ന് പറയും, വേലിച്ചീര എന്ന് പറയും, പിന്നെന്ത് പറയാ. അപ്പോൾ എന്തായാലും ഇത് പ്രഷറുള്ള ആൾക്കാർക്ക് കഴിക്കണം നല്ലതെന്നാണ് പറയണത്. പ്രഷർ കൺട്രോൾ ചെയ്യാൻ നല്ലതത്രേ. അപ്പം നമ്മളിത് സ്ഥിരം നമ്മുടെ ഇവിടെ കണ്ട് കുത്തിയ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. കണ്ട ഇതിൻ്റെ പൊട്ടിയത് ഇത്ര അറിഞ്ഞു കേട്ടാ. ഇത് കഴുകിയിട്ട് അരിയണം, കുഞ്ഞാക്കി അരിയുക. ചീര വെക്കണ പോലെ തന്നെ വെക്കുക. ടേസ്റ്റും വേറെയാണ് കേട്ടോ. ചീരയുടെ ടേസ്റ്റ് അല്ല, ഇതിന് വേറെ ടേസ്റ്റാണ്. നമ്മൾ ഫുള്ളും ഇത്രയുണ്ട് കേട്ടോ. അത് ഇല ഊരിയെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് ബെസ്റ്റായിട്ട് കഴുകി. ഊരിയെടുക്കണേക്കാളും മുമ്പ് നന്നായിട്ട് കുടഞ്ഞ് എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് കുടഞ്ഞു ബെസ്റ്റായിട്ട്. അതിനുശേഷം ഓരോ ഇലകളും ഊരിയെടുത്ത്
ഇങ്ങനെ കഴുകി വെള്ളം വാറ്റി എടുത്തു. ഇനി നമുക്കത് അരിയണം. ഇതാ അടക്കി ഇങ്ങനെ വെക്കുക. ഇങ്ങനെ കുറച്ച് ചെറിയ വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളം ഒന്ന് കുടഞ്ഞിങ്ങനെ കളയുക. എന്നിട്ടിങ്ങനെ അരിയാം. നമുക്ക് ചെറുതായിട്ട് അരിയാം. ഇല അരിയണ പോലെ തന്നെ. ഇങ്ങനെ അരിയാം. നമ്മളെല്ലാം അരിഞ്ഞെടുത്തു കേട്ടോ. പകുതിയോളം അരിഞ്ഞു, പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള 1 എണ്ണം, പച്ചമുളക് 3 എണ്ണം അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വറുത്തിടാൻ നോക്കാം കേട്ടോ. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി. കടുക് ഇട്ടു, 1 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് അരിമണി ഇടാം. പൊട്ടിക്കഴിയാറായി കേട്ടോ കടുക്. അരിമണി ഇട്ടു. അരിമണി ഒന്ന് നന്നായിട്ട് പൊരിയട്ടെ. നന്നായിട്ട് പൊരിഞ്ഞ് വരുന്നുണ്ട്. 2 വറ്റൽ മുളക് പൊട്ടിച്ചിട്ടു. അതിനോടൊപ്പം തന്നെ സവാള അരിഞ്ഞതും പച്ചമുളക് കീറിയതും ഇട്ടു. ഒന്ന് ഇളക്കി കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ ഇലയിടാം കേട്ടോ. ബോംബെ ചീര അല്ലെങ്കിൽ പ്രഷർ ചീര, വേലിച്ചീര എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സാധനമാണ്. എന്തായാലും നല്ലതാണ് കേട്ടോ. നല്ല രുചിയുള്ള സാധനമാണ്. ഊണ് കഴിക്കാൻ ഇത് മാത്രം മതി. അതുപോലെ തന്നെ രോഗങ്ങൾക്കും നല്ലത് തന്നെയാണല്ലോ. പ്രഷർ നോർമലാക്കുന്നൊക്കെയാണ് പറയുക. നല്ലതാണ് എന്തായാലും. ഇത് ഇലക്കറിയല്ലേ. നോക്കൂ, നന്നായിട്ട് ഇളക്കി. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഉപ്പ് പൊടി ഇട്ടു. വീണ്ടും നന്നായിട്ട് ഇളക്കുക, മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഇത് കഴുകിയപ്പോൾ നനവ് മാത്രമേ ഉള്ളൂ കേട്ടോ. ചീര പോലെയല്ല, അത്ര പെട്ടെന്ന് വേവില്ല കേട്ടോ. ഇത് ഇത്തിരി റഫാണിത്, എന്നാലും വേവും. അടച്ചു വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തുറന്നു. വീണ്ടും നന്നായിട്ട് ഇളക്കി. 2-3 വട്ടം ഇങ്ങനെ തുറന്നും ഇളക്കിയും അടച്ചും വീണ്ടും തുറന്നും ഒക്കെ ചെയ്ത് ഒരു 3-4 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് വേവും. അത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ ഇത്തിരി നാളികേരം ഇടാം കേട്ടോ. നാളികേരം ഇട്ടു. ഇളക്കി. രുചികരമായ വേലിച്ചീര, പ്രഷർ ചീര എന്നൊക്കെ പറഞ്ഞ സാധനത്തിൻ്റെ റെഡി ആയിട്ടോ. കഴിക്കുക. വന്നോളൂ. ചോറ് വിളമ്പാം. ഇനി മാമ്പഴക്കൂട്ടാൻ വേണ്ടേ? മാമ്പഴക്കൂട്ടത്തിൽ എത്ര മാങ്ങ വേണം? മതി മതിയാ. അപ്പം ഞാൻ പറയണില്ലേ, എനിക്ക് മാമ്പഴക്കൂട്ടാണെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട. ഈ ഉപ്പേരി ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട. അതിനൊന്ന് മാത്രമേ വേണ്ടൂ ശരിക്കും. സാധനം ഉപ്പേരി മാമ്പഴം വേണ. മാമ്പഴക്കൂട്ടാൻ ബെസ്റ്റാട്ടോ. ഉപ്പേരിനേക്കാളും ബെസ്റ്റ് കേട്ടോ. മാമ്പഴക്കൂട്ടാനും വെള്ളച്ചോറും അങ്ങനെ കഴിച്ചിട്ടേ.
ദിവസത്തെ ചോറ് വെള്ളം ഒഴിച്ചിട്ടേ ഉം, ഉം, ആ വെള്ളം കളയാണ്ട് ഉം, ഉം, കറിയിൽ ഒഴിച്ച് ഉം, ഉം. ഇപ്പം ചീര നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോപ്പച്ചീര വെച്ചു. പൊന്നാങ്കണ്ണി പൊന്നാങ്കണ്ണി അതിന് മുമ്പ് വെച്ചു. ഇന്നലെ ചോപ്പച്ചീര വെച്ചു. പൊന്നാങ്കണ്ണി മുമ്പ് വെച്ചു, ചോപ്പച്ചീര പിന്നെ വെച്ചു, ഇന്ന് ബോംബെ ചീര വെച്ചു, നാളെ മുരിങ്ങയില വയ്ക്കാം കേട്ടോ. എല്ലാ ദിവസവും എല്ലാം എന്തെങ്കിലും കഴിച്ചിരിക്കുക. പള്ളക്ക് മറ്റേ ചെയ്യുന്നുണ്ട്. എന്തൊരു സ്വാതന്ത്ര്യം ജാസ്തി നമ്മുടെ വീട് അങ്ങോട്ട് പോകുന്നു. എന്ത് സ്വാതന്ത്ര്യം അറിയോ, കഴിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ബോംബെ ചീരയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. പ്ലസ് നമ്മുടെ കൂട്ടാനും അത് എന്നുള്ള തന്നെയല്ലേ. ഇഷ്ടമായോ? അതിന് ലൈക്ക് ചെയ്തോളൂ, ഉണ്ടാക്കി നോക്കൂട്ടോ. നിങ്ങളുടെ വീട്ടിൽ കിട്ടുമെങ്കിൽ സംഘടിപ്പിക്കുക. ഒരു ചെടിയുടെ കൊമ്പ് കുത്തിയാൽ മതി, അത് വലുതായി പോകുന്നത്. എത്ര കാലം മുമ്പുള്ള ചെടിയെന്നറിയോ, അതങ്ങനെ വലുതാവും. ഇന്ന് മുറിച്ച കൊമ്പെണ്ണി കുത്തിയാൽ വേറെ സ്ഥലത്തുണ്ടാവും. ഓക്കെ, ലൈക്ക് ചെയ്തോളൂ കേട്ടോ അല്ലേ.